ഹായ് ഫ്രണ്ട്സ്, ആഗ്രോബീസിൻ്റെ ഒരു ചെറിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ശരിക്കും നമ്മൾ ഒരു വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് പോയതല്ല. തോട്ടത്തിൽ അത്യാവശ്യം നമുക്കറിയാം ഉണക്കടിച്ച ഭാഗങ്ങളിൽ നമ്മൾ ചെടി ഒന്ന് പറിച്ച് കൂട്ടണം എന്ന് ഉദ്ദേശിച്ചിരുന്നു. അന്നപ്പം നമ്മളതിന് വേര് കുറവാണ്. അപ്പോൾ ചിമ്പടി അല്പം കിട്ടാനായിട്ട് നമ്മളതിനൊരു ബയോസ് ചെയ്തിരുന്നു. നമ്മുടെ മെയിനായിട്ടുള്ള ഏരിയയിലെല്ലാം ബയോസ് ചെയ്തെടുത്തും അതേപോലെ തന്നെ ഉണക്കടിച്ച മേഖലകളിൽ നമ്മൾ ബയോസ് ചെയ്തിരുന്നു. അപ്പം നമ്മൾ ചെയ്തിരുന്ന കോമ്പോ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അതായത് സ്യൂഡോ ട്രൈക്കോ മാമ ഫസിലോമൈസ് സാധനം കൊടുത്തു. നമുക്ക് ആ കൊടുത്തതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ റൂട്ട് ഡെവലപ്പ് ആയിട്ടുണ്ട്. നല്ല ഫൈബർ റൂട്ട്സ് നല്ല ധാരാളമായിട്ടുണ്ട്. നമുക്ക് കായ് പിടിക്കാത്ത ചെടികൾക്ക് നമ്മൾ മാഞ്ചി നോക്കുമ്പോൾ പൊതുവെ വേര് കുറവായിരിക്കും. അങ്ങനെയുള്ള ചെടികൾക്ക് നല്ല ബയോസ് കൊടുത്തു കഴിഞ്ഞാൽ, നല്ല കൗണ്ടുള്ള ബയോസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫൈബർ റൂട്ട്സ് ഡെവലപ്പ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കായ് പിടിക്കുന്ന സംവിധാനം ഉണ്ടാവും. അപ്പം കായ്പിടുത്തം ഇല്ലാത്തവർ അവരവരുടെ ചെടികളിലെ വേരൊക്കെ ഒന്ന് നോക്കിയിട്ട് പറ്റുമെങ്കിലും നല്ലൊരു ബയോസ് കൊടുക്കും. മെയിനായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഫാസിലോമൈസിസും വാമും കൂടെയുള്ളൊരു കോമ്പിനേഷൻ നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ നെമറ്റോഡുണ്ട്. നമുക്കൊരു ഫാസിലോമൈസിസ് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 50% നെമറ്റോഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ വാമ് നല്ല രീതിയിൽ കൊടുക്കണം. നല്ല ക്വാളിറ്റിയുള്ള വാമ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പോലെ ഫൈബർ റൂട്ട്സ് ഡെവലപ്പ് ആകുന്ന കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഏത് ചെടി പറിച്ചാലും നമുക്ക് നല്ല രീതിയിൽ വേരായിട്ടുണ്ട്. അപ്പോൾ അതാണ് അപ്പോൾ കാ പിടിക്കാത്ത രീതി ചെയ്ത് നോക്കുക. നമ്മൾ പുളിയമല അഗ്രികെയറിൽ നിന്നാണ് ഈ ട്രൈക്കോ സ്യൂഡോ ഫാസിലോമൈസിസ് ഒക്കെ മേടിച്ച്. വാമ് നമ്മൾ ചെയ്തത് ബയോ ഓർഗാനിക്കിൻ്റെ ഒറാ ഗോൾഡ് എന്ന് പറഞ്ഞ വാമാണ്.